ഫോർമുല മിൽക്കിലേക്ക് പോവുകയാണെങ്കിൽ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം? ഫോർമുല മിൽക്ക് വേഴ്സസ് ബ്രസ്റ്റ് മിൽക്ക് എന്ന് പറഞ്ഞാൽ ഈക്വൽ തന്നെയാണ് ശരിക്കും? ഫോർമുല മിൽക്ക് വേഴ്സസ് ബ്രസ്റ്റ് മിൽക്ക് ഇല്ല, ബ്രസ്റ്റ് മിൽക്ക് മാത്രമേ ഉള്ളൂ. ഓക്കെ. ഫോർമുല മിൽക്ക് നമ്മളൊരു മെഡിസിൻ കൊടുക്കുന്ന എന്തിനാ? എന്തെങ്കിലും ആവശ്യമുണ്ടായി. അസുഖം ഇല്ലാതെ ഒരാൾ പാരസറ്റമോൾ കഴിക്കില്ല, അസുഖം ഇല്ലാതെ ഒരാൾ ആന്റിബയോട്ടിക് കഴിക്കില്ല. അതുപോലെയാണ് ഫോർമുല മിൽക്ക് എടുക്കുന്നത്. അതിൻ്റെതായിട്ട് ഇൻഡിക്കേഷൻസ് ഉണ്ട്. അമ്മയ്ക്ക് പാല് വെച്ചിട്ട് നമുക്ക് ബേബിക്ക് ഫോർമുല കൊടുക്കാൻ പാടില്ല. അമ്മയ്ക്ക് ചില ഹെൽത്ത് കണ്ടീഷൻസ് വരും, ചിലവാൻ അതുകൊണ്ട് നമുക്ക് ചില മെഡിസിൻസ് എടുക്കേണ്ടി വരും. ആ സിറ്റുവേഷൻ നമുക്ക് പാല് കൊടുക്കാൻ പറ്റില്ല, അപ്പോൾ നമുക്ക് ഫോർമുല കൊടുക്കേണ്ടി വന്നേക്കാം. ഇനി അമ്മയുടെ പാല് മാത്രം കുടിച്ചിട്ട് ബേബിയുടെ ഷുഗർ കുറഞ്ഞു പോകുന്ന സിറ്റുവേഷൻ വരാം. അല്ലെങ്കിൽ അമ്മയ്ക്ക് പാലിന് പ്രൊഡക്ഷൻ കുറവാണ്, അതുകൊണ്ട് ബേബിക്ക് ഷുഗർ കുറഞ്ഞു പോകും, അപ്പോൾ നമുക്ക് ഫോർമുല മിൽക്ക് കൊടുക്കാം. പിന്നെ ബേബിയുടെ ഗ്രോത്ത് നോർമലി വരുന്നില്ല. അതായത് ഇപ്പോൾ നോർമലി ഞാൻ പറഞ്ഞു ഫസ്റ്റ് 7 ഡേയ്സിൽ നമ്മൾ മാക്സിമം 7 to 10% വെയിറ്റ് ലോസ് വരെ. 3 ദിവസം കൊണ്ട് ഒരു 15% വെയിറ്റ് കുറഞ്ഞു പോകുന്നു. ബേബി ഡിഹൈഡ്രേറ്റഡ് ആവും, സോഡിയത്തിൻ്റെ അളവ് കൂടി വരുന്നു, ഹൈപ്പർ നാട്രിയമിക് ഡിഹൈഡ്രേഷൻ ഒക്കെ നമ്മൾ ഭാഷയിൽ പറയും. അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ മുലപ്പാൽ വെച്ചിരുന്നിട്ട് കാര്യമില്ല. സോ ദർ ഷുഡ് ബി എ ലൈൻ ഡ്രോൺ. അപ്പോൾ ഒരു ലൈൻ ഡ്രോൺ ഇറ്റ് ലൈക്ക് കരച്ചിലിന് പാല് കൊടുക്കുക എന്നുള്ളത് ഇനീഷ്യൽ ഡേയ്സിൽ കറക്റ്റ് അല്ല. അപ്പോൾ ഇനീഷ്യൽ എല്ലാ കരച്ചിലും നമ്മൾ പാല് കൊടുക്കുക, ഇപ്പോൾ പാലില്ലാത്തതുകൊണ്ട് അവ കരഞ്ഞുകൊണ്ടിരിക്കുക, അതുകൊണ്ട് പൊടിപ്പാൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, കറക്റ്റ് അല്ല.